ശരണ്യ, ആലപ്പുഴയിൽ ജി സുധാകരൻ ഉയർത്തിയ എതിർ ശബ്ദങ്ങൾ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരുന്നു. അസാധാരണമായ സാഹചര്യത്തിലൂടെ പാർട്ടി കടന്നു പോകുന്നു. അത് അമ്പലപ്പുഴയിൽ മാത്രമല്ല, സമീപ മണ്ഡലങ്ങളിലും പ്രകമ്പനം സൃഷ്ടിക്കുമെന്നുള്ള പ്രതീക്ഷ UDF-നുണ്ട്, സംശയമില്ല. എന്താണ് അവസാന ദിവസത്തെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ? രഞ്ജിത്ത്, ആലപ്പുഴയിൽ വളരെ ആവേശകരമായി തന്നെ മത്സരം പോകുന്നു എന്നുള്ളതാണ് ഇത്തവണ. അതായത് ഇടത് കോട്ട എന്ന് തന്നെയാണ് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇത്തവണ അത്തരത്തിൽ എളുപ്പമുള്ള ഒരു മത്സരമല്ല ആലപ്പുഴയിൽ ഇടത് കേന്ദ്രങ്ങൾക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം വിവിധ മണ്ഡലങ്ങളിൽ വാശിയേറിയ മത്സരമാണ് ആലപ്പുഴ ജില്ലയിൽ ഉള്ളത്. അരൂർ തൊട്ട് നമ്മൾ കായംകുളത്തേക്ക് വരെ എത്തുകയാണെങ്കിൽ, വടക്ക് അരൂർ തൊട്ട് കായംകുളം വരെ എത്തുകയാണെങ്കിൽ എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കാനായി UDF-ന് കഴിയുന്നു എന്നുള്ളതാണ്. പലയിടങ്ങളിലും ശക്തമായ, ഇപ്പോൾ ഹരിപ്പാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കൊണ്ടുവരാൻ NDA-ക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ BJP-യും വെല്ലുവിളി ഉയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാക്കുന്ന, BJP-യൊക്കെ ഉണ്ടാക്കുന്ന ഹരിപ്പാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ ഒരു മത്സരത്തിലേക്ക് ആലപ്പുഴ ജില്ല കടക്കുന്നു എന്ന് പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്പലപ്പുഴ എന്നുള്ളത് വളരെ വാശിയേറിയ, വിവിധ LDF-നും UDF-നും വളരെയധികം വാശിയേറിയ ഒരു മണ്ഡലമാണ്. കാരണം ജി സുധാകരന്റെ കൊഴിഞ്ഞുപോക്ക്, അത് CPM കോട്ടകൾ പ്രഹരമേൽപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം CPM-ന് ഉള്ള ഒരു മണ്ഡലം. അതേസമയം സുധാകരനെടുത്ത നിലപാടുകൾ ശരിയായിരുന്നുവെന്നും UDF-ലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് അത് ഗുണകരമെന്നും ഉള്ള ഒരു വിലയിരുത്തലിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ആവശ്യം KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ട്. അതുകൊണ്ട് അമ്പലപ്പുഴയാണ് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായി അമ്പലപ്പുഴ മാറുന്നു എന്നുള്ളതാണ്